ഒരു സംസ്ഥാനത്തിൻ്റെ തെലങ്കാനയുടെ മുഖ്യമന്ത്രി ഈ കേരളത്തിൽ വന്നാൽ ആ ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ പറയാൻ. കേരളത്തിൽ അദ്ദേഹം അത്ര പ്രായം ഉണ്ടാവില്ല അവർക്ക് തെലങ്കാന മുഖ്യമന്ത്രി, പക്ഷെ ഒരു സീനിയറായിട്ടുള്ള ഒരു ലീഡറല്ലേ, ഈ സംസ്ഥാനം 10 കൊല്ലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തോട് ഉപയോഗിക്കേണ്ട വാക്കാണോ അദ്ദേഹം ഉപയോഗിച്ചത്? CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ് നമുക്കൊപ്പം ഉള്ളത്. നാളെ ഇപ്പോൾ വോട്ടെടുപ്പിൻ്റെ ദിനത്തിലേക്ക് കിടക്കുകയാണ്. എന്താണ് അവസാനവട്ടമുള്ള പ്രതീക്ഷകൾ, ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്? അല്ല, ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. ഇത് ഇന്നലെ പ്രചരണം കഴിഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ തന്നെ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നല്ലതുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം ഞങ്ങൾക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം, ജനങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കാണുന്നത്. കഴിഞ്ഞൊരു 10 വർഷക്കാലം കേരളത്തിൽ ഭരണം നടത്തി ഈ കേരളത്തിൻ്റെ സമഗ്ര മേഖലകളിലും ഒരു വികസനം, ജനോപകാരപ്രദമായ നടപടികൾ, ജനകീയ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണൽ, ഏതെല്ലാം പ്രദേശങ്ങളിൽ വേണം അതൊക്കെ മനസ്സിലാക്കി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് എല്ലാ മണ്ഡലങ്ങളിലും ജനസേവനപരമായ പ്രവർത്തനങ്ങൾ നടത്തി. അതെല്ലാം കൊണ്ട് നാട് പഴയതിൽ നിന്നും ഒരു മാറ്റത്തിലേക്ക് വന്നു. കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം, പുതിയ കേരളമാണ്. ഇനി ഇന്നുള്ള നിലയിൽ നിന്നാൽ പോരാ, നമ്മൾ ഇനിയും അവിടുന്ന് വളരണം, വികസിക്കണം. ആ വളർച്ചയുടെ വികസനത്തിന് ഇടതുപക്ഷം വേണം. ഇപ്പോൾ ഓരോ പദ്ധതികളും പൂർത്തീകരിക്കണമെങ്കിൽ ഇടതുപക്ഷം വേണം. ഇപ്പോൾ NH-66 പൂർത്തീകരിക്കണമെങ്കിൽ ഇടതുപക്ഷം വേണ്ടേ? നേരത്തെ UDF ഉപേക്ഷിച്ച പദ്ധതിയായിരുന്നത്. ഗെയിൽ പൈപ്പ് ലൈൻ അതിൻ്റെ ഭൂമിക്കടിയിലൂടെ വരികയാണ്, നമ്മുടെ പാചകവാതക പൈപ്പ് ലൈൻ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് നമ്മുടെ കൂടാളിയാണ്, ഇവിടുത്തെ കണ്ണൂരിലേക്ക് വരുന്ന ജംഗ്ഷൻ. അവിടുന്ന് ആ കൂടാളിയും അടുത്ത പ്രദേശങ്ങളിലുള്ള ഒരുപാട് പ്രദേശങ്ങളിലേക്ക് സപ്ലൈ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നത് കണ്ണൂരിലേക്കാണ് വരുന്നത്. അങ്ങനെ കേരളം മുഴുവൻ പാചകവാതക വിതരണ ശൃംഖല ഉണ്ടാക്കി എല്ലാ വീടുകളിലും, എല്ലാ കച്ചവട സ്ഥാപനങ്ങളിലും, അതുപോലെ തന്നെ മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിൽ ആവശ്യമുള്ളിടത്തെല്ലാം വാതകം എത്തിച്ചു കൊടുത്ത് കേരളത്തിൻ്റെ ഉൽപ്പാദന മേഖലയെയും ജനജീവിതത്തെയും മെച്ചപ്പെടുത്താൻ വലിയ ശ്രമമല്ലേ നടക്കുന്നത്? ആ ഗവൺമെൻറ് ഇല്ലെങ്കിൽ നടക്കുമോ? ആ പദ്ധതി UDFൻ്റെ കാലത്ത് ഉപേക്ഷിച്ചതല്ലേ? ഇങ്ങനെ ഇപ്പോൾ തന്നെ ഒരുപാട് പദ്ധതികളുടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പദ്ധതിയുണ്ട്. അതെല്ലാം നടപ്പിലാക്കണമെങ്കിൽ ഈ 10 വർഷക്കാലമല്ലേ, ഈ കണ്ണൂർ മണ്ഡലത്തിൻ്റെ തന്നെ എടുത്താൽ, അഴീക്കോട് മണ്ഡലത്തിൻ്റെ ഒക്കെ എടുത്താൽ എത്ര പാലങ്ങളാണ് വന്നത്? അതൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടല്ലേ? അപ്പോൾ അതുകൊണ്ട് കേരളത്തിലാകെ ഒരു വികസനമുണ്ട്. ജനങ്ങളിൽ ഇപ്പോൾ പട്ടിണി കിടക്കുന്നില്ല, ദാരിദ്ര്യം കുറഞ്ഞു വന്നു. ഇനിയും ദാരിദ്ര്യമേ ഇല്ലാത്ത സമൃദ്ധമായ ഒരു ജീവിതം ജനങ്ങൾക്കുണ്ടാകുക. പിന്നെ ജനങ്ങളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇത് പൂർണ്ണമായും സംരക്ഷിച്ചെടുക്കുക. എല്ലാവർക്കും കിടന്നുറങ്ങാനിടം, ഭൂരഹിതരില്ലാത്ത കേരളമാക്കുകയാണ്, ഭവനരഹിതരില്ലാത്ത കേരളമാക്കുകയാണ്. ഇനി തൊഴിൽ രഹിതരില്ലാത്ത കേരളം അത് സൃഷ്ടിക്കുകയാണ്. ഇതിനെല്ലാം ഈ ഇടതുപക്ഷ ഗവൺമെൻറ് വരണം. ഒരു തുടർഭരണമുണ്ടായാലേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇടതുപക്ഷം അധികാരത്തിലേക്ക് വരണം. ഒരു നല്ല പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ആ പ്രതീക്ഷയുള്ള ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും. പക്ഷെ അപ്പോഴൊരു ഭരണവിരുദ്ധ വികാരമുണ്ട്, 100 സീറ്റുകളിലധികം ലഭിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ആവർത്തിച്ച് പറയുന്നത്. ആളുകൾക്ക് ആഗ്രഹിക്കുന്നതിൽ ഒരു പരിധിയുമില്ല, എന്തും ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ അവരാഗ്രഹിക്കുന്നു. അവർക്കങ്ങനെ ആഗ്രഹിക്കാനുള്ള അവകാശമില്ലേ? അവകാശമുണ്ട്, ആഗ്രഹിച്ചിരുന്നോട്ടെ. പക്ഷെ ആഗ്രഹിച്ചിരിക്കുന്നിടക്കെ ഇരിക്കും. പക്ഷേ യാഥാർത്ഥ്യം അതായിരിക്കില്ല. ഇവിടെ ഒരു എന്തിനാ ഭരണവിരുദ്ധ വികാരം? ഏത് കാര്യത്തിനാണ്? ഇവിടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നു, ഭക്ഷ്യപ്രശ്നമില്ല, പട്ടിണിയില്ല. ഇവിടെയാകട്ടെ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ല. കുടിവെള്ളം എല്ലാ സ്ഥലത്തും എത്തിക്കുന്നു. ഗതാഗത സൗകര്യം മെച്ചപ്പെട്ടു വന്നു. എല്ലാ റോഡുകളും നിലവാരം പുലർത്തുന്നു. ഒരുപാട് പാലങ്ങളും ഒക്കെ വന്നു. എത്ര നിലവാരമുള്ള റോഡുകളാണ് ഇപ്പോൾ വന്നത്? ഇങ്ങനെ രാജ്യത്ത് ഒരുപാട് വളർച്ചയുണ്ടാകില്ലേ? പിന്നെ നമ്മൾ കാണേണ്ടത് ഇവിടെ 62 ലക്ഷം
ആളുകൾക്കാണ് മാസം പ്രതി ഈ ഗവൺമെൻറ് 2000 രൂപ വരെ മാസം പ്രതി ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. അത് ഗവൺമെൻറ് മാനിഫെസ്റ്റോ പറഞ്ഞു അത് 3000 ആക്കും. 3000 ആക്കാൻ പോകുന്നു. ഇപ്പോൾ ഇവിടെ 2000 കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ കണ്ടിട്ട് ഡൽഹിയിൽ നിന്ന് രാഹുൽ ഗാന്ധി 3000 കൊടുക്കുമെന്ന് പറഞ്ഞു. അതിന് രാഹുൽ ഗാന്ധി വരുന്ന 3000 കൊടുക്കാൻ ഞങ്ങൾ തന്നെയില്ലേ ഇവിടെ? 2000 കൊടുത്ത ഞങ്ങളിവിടെ ഉണ്ടല്ലോ. ആ ഞങ്ങൾ തന്നെ 3000 കൊടുക്കുമല്ലോ, കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചല്ലോ. പിന്നെ നിങ്ങളെന്തിനാ? നിങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം UDF എവിടെയും ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു വികസന കാര്യത്തിൽ അവരുണ്ടായിരുന്നോ? ഇവിടെ നിങ്ങൾക്ക് വിഴിഞ്ഞം പോർട്ട് അതിൻ്റെ ഉദ്ഘാടനം ബഹിഷ്കരിച്ച് പോയവരല്ലേ? ലോക കേരള സഭ പ്രവാസികളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയല്ലേ, അത് ബഹിഷ്കരിച്ച് പോയവരല്ലേ? ഇവിടെ കിഫ്ബിയാണ്, അതായത് വികസനത്തിന് വേണ്ടി ഒരു സാമ്പത്തിക നിരീക്ഷണം അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ ഒരു സാമ്പത്തിക സ്ഥാപനമാണ് കിഫ്ബി. ആ കിഫ്ബിയിൽ പണം കൊടുക്കരുത് എന്ന് പ്രചാരവേല നടത്തി കിഫ്ബിയെ പൊളിക്കാൻ നടന്നില്ലേ? ഇന്ന് മാത്രമല്ല, അവസാനം UDF ചെയ്തത് ഈ കിഫ്ബിക്കെതിരായിട്ട് വിദേശ മലയാളികളിൽ നിന്നും വിദേശികളിൽ നിന്നൊക്കെ പണം ശേഖരിക്കുന്ന ഒരു സംവിധാനമാണ് മസാല ബോണ്ട്. ആ മസാല ബോണ്ടിനെതിരായിട്ട് സുപ്രീം കോടതി വരെ പോയില്ലേ? കോടതി തള്ളിയില്ലേ? എന്തിനാ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? നാടിൻ്റെ താല്പര്യമാണെങ്കിൽ കിഫ്ബിയിലൂടെ വികസനത്തിന് വേണ്ടി ആ കിഫ്ബിക്ക് പണം സമാഹരിക്കാനുള്ള ഒരു നിലപാടല്ലേ അവർ സ്വീകരിക്കേണ്ടത്? അങ്ങനെ നിലപാട് സ്വീകരിച്ച് ഞങ്ങൾ ഈ വികസനത്തിന് അനുകൂലമാണ് എന്നൊരു നിലപാടല്ലേ UDF സ്വീകരിക്കേണ്ടത്? ഏതെങ്കിലും ഒരു വികസന കാര്യത്തിൽ അനുകൂലമായ നിലപാട് ഈ കേരളത്തിൽ 10 വർഷക്കാലമായി ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അവർ എന്ത് കാര്യം എന്തിനാ അവർ മത്സരിക്കുന്നത് തന്നെ? എന്ത് കാര്യത്തിനാണ് മത്സരിക്കുന്നത്? ഈ മാത്യു കുഴൽനാടൻ ഇന്നലെ ഒരു ആരോപണം ആയി രംഗത്ത് വന്നിരുന്നു. അത് ഈ 2018 പ്രളയം മനുഷ്യനിർമ്മിതിയാണ്, അതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട് എന്നൊക്കെയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. ശ്രദ്ധയിൽപ്പെട്ടിരുന്നത് അതെല്ലാം തള്ളിക്കളഞ്ഞ വാദഗതികളാണ്. കുഴൽനാടൻ എവിടെയല്ല നിയമസഭയിൽ തന്നെ ഉന്നയിച്ചിരുന്നു. അന്ന് അതെല്ലാം സമൂഹമാകെ തള്ളിക്കളഞ്ഞതാണ്. ആ തള്ളിക്കളഞ്ഞൊരു വാദഗതി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? ശബ്ദ സന്ദേശമൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് കൃഷ്ണൻകുട്ടിയുടെ എന്ന് പറയുന്നത്. അത് കൃഷ്ണൻകുട്ടി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ. കൃഷ്ണൻകുട്ടി പറഞ്ഞ് ഞാൻ കേട്ടു, ഇവർ പ്രക്ഷേപണം നടത്തിയും ഞാൻ കേട്ടു. അതിൻ്റെ വക്താവ്, അതിൻ്റെ ആൾ പറയുന്നത് എൻ്റെതല്ല, അതല്ലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ. അപ്പോൾ എന്തും ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ഒരു തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നത് ഒരിക്കലും ഉചിതമായിട്ടുള്ളതല്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ തെറ്റായ കുറേ കാര്യങ്ങളാണ്. അതിൻ്റെ ബന്ധപ്പെട്ട കക്ഷിയില്ലേ പറയുന്നത്, എൻ്റെ ശബ്ദമല്ലത് ഇത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ 18-നുണ്ടായിരുന്ന കാര്യം മാത്യു കുഴൽനാടൻ തന്നെ നിയമസഭയിൽ ഉന്നയിച്ചല്ലോ, രമേശ് ചെന്നിത്തല ഉന്നയിച്ചല്ലോ. അന്നെന്താ ഇത് പറയാതിരുന്നത്? ഈ വോയിസ് മെസ്സേജ് അന്ന് എവിടെ പോയി? ഞാനതുകൊണ്ടാണ് സംശയിക്കുന്നത്. ആ വോയിസ് മെസ്സേജ് അന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് പ്രക്ഷേപണം നടത്തൂലേ അവർ? അന്ന് അവരെന്തുകൊണ്ടാണ് പ്രക്ഷേപണം നടത്താതിരുന്നത്, പുറത്ത് വിടാതിരുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സംശയം, അത് ആർട്ടിഫിഷ്യലാണോ? ഉണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ പറയുമായിരുന്നു. ഈ ആരോപണം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ അവിടെ വസ്തുതകളൊക്കെ വെച്ച് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി സംഭവങ്ങളും എല്ലാം വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ നിയമസഭയിൽ തന്നെ വിശദമായി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ്. 18 കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 കൊല്ലം കഴിഞ്ഞില്ലേ? ഇപ്പോൾ പറയുന്നതിന് എന്താ അടിസ്ഥാനം? അതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട്, ഒന്നും പറയാനില്ലാത്തവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രചരണം. മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ ദിവസം തെലങ്കാന മുഖ്യമന്ത്രിക്ക് നൽകിയൊരു മറുപടി അവസാന നിമിഷം വലിയ വിവാദമായിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച പദത്തിനൊക്കെതിരെ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾക്കൊക്കെതിരെ ഇപ്പോൾ കോൺഗ്രസ്സൊക്കെ രംഗത്ത് വരുന്നു. താങ്കൾ കേട്ടിരുന്നില്ലേ? കോൺഗ്രസ്സുകാർ ആദ്യം ആലോചിക്കേണ്ടത് അവരെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രയോഗം ഇവിടെയുണ്ട്, മലയാള സാഹിത്യത്തിലുണ്ട്. സുധാകരൻ അതല്ലേ എടുത്ത് ഉപയോഗിച്ചത്? അങ്ങനെയാണല്ലോ സുധാകരൻ വിശേഷിപ്പിച്ചത് രമേശ് ചെന്നിത്തലയെ. അത്രയൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ഒരു VD സതീശൻ, ഒരു സംസ്ഥാനത്തിൻ്റെ തെലങ്കാനയുടെ മുഖ്യമന്ത്രി ഈ കേരളത്തിൽ വന്നാൽ ആ ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിനനുസരിച്ച് വേണ്ട കാര്യങ്ങൾ പറയാൻ. കേരളത്തിൽ അദ്ദേഹം അത്ര പ്രായം ഉണ്ടാവില്ല അവർക്ക്, തെലങ്കാന മുഖ്യമന്ത്രി. പക്ഷെ ഒരു സീനിയറായിട്ടുള്ള ഒരു ലീഡറല്ലേ, ഈ സംസ്ഥാനം 10 കൊല്ലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തോട് ഉപയോഗിക്കേണ്ട വാക്കാണോ
അദ്ദേഹം ഉപയോഗിച്ചത്? അതിനല്ലേ അദ്ദേഹം ആദ്യം മറുപടി പറയേണ്ടത്? UDFകാർ അതിനെക്കുറിച്ചല്ലേ പറയേണ്ടത്? എന്താ അത് പറയാതിരിക്കുന്നത്? ഇങ്ങനെയാണോ പറയേണ്ടത്? ഒരു സീനിയറായിട്ടുള്ള അദ്ദേഹത്തെക്കാൾ എത്രയോ പ്രായമുള്ള 10 കൊല്ലമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന CPMൻ്റെ ഉന്നതനായ, ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായ നേതാവ് അദ്ദേഹത്തോട് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണോ? അപ്പോൾ ഇങ്ങോട്ട് ബോളടിക്കുമ്പോൾ ആ ബോൾ അങ്ങോട്ട് തട്ടും. അതവർ മനസ്സിലാക്കണം. അവർ പറയുന്നത് ഒരു സിനിമാ ഡയലോഗാണ്, അത് ആ രീതിയിൽ ഒരു മറുപടി നൽകിയാൽ പോരെ, എന്തിനാ ഇങ്ങനെ ഡാഷ് മോനെ എന്നൊക്കെ ഉപയോഗിക്കുന്നതെന്നാണ് കോൺഗ്രസ്. ഇതെല്ലാം സിനിമയിൽ ഉപയോഗിച്ച പ്രയോഗങ്ങൾ തന്നെയാണ്. ഒരു ബോൾ അങ്ങോട്ട് തട്ടുമ്പോൾ ഇങ്ങോട്ട് തട്ടുമെന്നൊക്കെ പറയുന്നില്ലേ, അതും സിനിമാ ഡയലോഗാണ്. ഇങ്ങനെ സിനിമയിൽ ഒരുപാട് ഡയലോഗുണ്ട്. ആ ഡയലോഗൊക്കെ എടുത്ത് പറയാമോ? ആ ഡയലോഗ് ഉപയോഗിച്ചതാണ് ആദ്യത്തെ തെറ്റ്. ആ ഡയലോഗ് ഉപയോഗിക്കുന്നവരാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. ഒരാളെ ആക്ഷേപിക്കുമ്പോൾ ആക്ഷേപത്തിന് അതിന് തിരിച്ചടി വരും. വെറുതെ കേട്ടിരിക്കുമോ? അതവർ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൻ്റെ ഒരു 10 വർഷക്കാലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി, തെലങ്കാനയിൽ കോൺഗ്രസ് വന്നിട്ട് അത്രയൊന്നും ആയിട്ടില്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ പ്രായമൊന്നുമില്ലല്ലോ, ഇദ്ദേഹത്തെക്കാളും വലിയ പ്രായമുള്ള ആളൊന്നുമില്ലല്ലോ. വിളിക്കേണ്ടത് ഇങ്ങനെയാണോ? മോനെ എന്നാണോ വിളിക്കേണ്ടത്? അതെ, ഇങ്ങനെയാണോ വിളിക്കേണ്ടത്? ഏറ്റവും തെറ്റായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഒരിക്കലും ഈ കേരളത്തിൽ വന്നങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിലോ വിളിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ ആയിക്കൊള്ളട്ടെ. പക്ഷെ അത് ഒരു രാഷ്ട്രീയ നേതാവിന് നേരെ, ഉന്നതനായ രാഷ്ട്രീയ നേതാവ്, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിൽ ഏറ്റവും പ്രായമുള്ളൊരു സീനിയർ ലീഡറാണ്, ഉപയോഗിക്കാൻ പാടുണ്ടോ? ആ തെറ്റായ നിലപാട് UDF തിരുത്തണം. നിങ്ങൾ ഈ തെറ്റായ നിലപാടുമായി പോയാൽ നിങ്ങൾക്ക് അധപ്പതനം ഉണ്ടാകും. നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടും. അതവർ മനസ്സിലാക്കണം. അദ്ദേഹം മലയാളിയൊന്നുമല്ല. അദ്ദേഹത്തിന് ഇത് വാക്യങ്ങൾ എന്തായാലും ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തായിരിക്കില്ല. അദ്ദേഹത്തിന് അറിയാനുള്ള സാധ്യതയൊന്നുമില്ലല്ലോ അല്ലേ? അതെനിക്കറിയില്ല അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതോ എന്താണെന്നുള്ളത്. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട വിഷയമാണ്. ഏതായാലും അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ മേലെയാണല്ലോ ഇപ്പോൾ ഇവർ പ്രശ്നം പറയുന്നത്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും അവസാന നിമിഷം വലിയ ആത്മവിശ്വാസത്തിലാണ് ഒരു 3ാം LDF സർക്കാർ തന്നെ ഉണ്ടാകും. കേരളത്തിൻ്റെ ഭാവിക്ക്, ജനനന്മക്ക്, ഐശ്വര്യപൂർണ്ണമായ കേരളം പടുത്തുയർത്താൻ ഒരു തുടർഭരണം കേരളത്തിലുണ്ടാകണം. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർഭരണമുണ്ടായാൽ ഇന്നുള്ളതിൻ്റെ 10 മടങ്ങ് വികസനോന്മുഖമാകും കേരളം. ഇത് ഒരു നല്ല നാടാകും. നമ്മുടെ മുൻഗാമികളൊക്കെ ആഗ്രഹിച്ചതുപോലെ, നമ്മുടെ പൂർവികരാഗ്രഹിച്ചതുപോലെയുള്ള രാജ്യമാകും. നമ്മുടെ മുൻഗാമികളായ പലർക്കും ഒരു നേരത്തെ ആഹാരം കഴിച്ച് മരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പട്ടിണി ദാരിദ്ര്യവുമായിരുന്നു. അതിൽ നിന്നെല്ലാം 3.5 കോടി മലയാളികളുടെ ജന്മനാടിനെ മോചിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നിർവഹിക്കാൻ ഞങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഉപയോഗിക്കുന്നു. പയ്യന്നൂരും തളിപ്പറമ്പും ഒരിക്കലും ഒരു തിരിച്ചടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ, വിശ്വാസം. ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകേണ്ട കാര്യമില്ല. എന്തിനാ തിരിച്ചടി? ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകേണ്ട ഒരു പ്രശ്നവും ഇവിടെ എവിടെയുമില്ല. ഏതായാലും അങ്ങനെ തന്നെയാണ്, ഒരു തുടർഭരണം ഉണ്ടാകും, ഒരു തരത്തിലുമുള്ള തിരിച്ചടി LDF ഉണ്ടാകില്ല എന്നുള്ള ആത്മവിശ്വാസം പങ്കുവയ്ക്കുകയാണ് EP ജയരാജൻ. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.